ഫ്രഷേഴ്സായിട്ട് പല കമ്പനീസിലും കയറുമ്പോൾ നമുക്ക് തരുന്ന ടാസ്ക് പെടുന്നൊരു പാർട്ടാണ് ചില വർക്കിൻ്റെ റേറ്റ് അനാലിസിസ് നടത്തുക, അല്ലെങ്കിൽ റേറ്റ് കോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് ഡാറ്റാസ് കളക്ട് ചെയ്യാൻ പറയാറുണ്ട്. അല്ലെങ്കിൽ റേറ്റ് കോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ചില വർക്കുകളുടെ കേസുകളിലൊക്കെ റേറ്റ് നമ്മൾ കോട്ട് ചെയ്യേണ്ട അവസ്ഥകളും വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് പ്രൈസ് എന്ന് പറഞ്ഞത്. അതായത് ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വെബ്സൈറ്റാണ്. അപ്പോൾ പ്രൈസിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കാണാം. എന്താ പറയുക, അതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ പ്രോജക്റ്റ് ഇൻഫർമേഷൻ ആൻഡ് കോസ്റ്റ് എസ്റ്റിമേഷൻ എന്നാണ്. അപ്പോൾ നമ്മൾ ഈ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റിലൊക്കെ കോസ്റ്റ് എസ്റ്റിമേഷൻ എന്നൊക്കെ പറഞ്ഞുള്ള പാർട്ട് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വശങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ അകത്ത് സ്ക്രോൾ ഡൗൺ ചെയ്ത് ചെന്ന് കഴിഞ്ഞാൽ, ഞാനിതിപ്പോൾ ഫോണിലാണ് കാണിക്കുന്നത്. നമ്മുടെ ഫോണിൻ്റെ അടുത്ത് നോക്കാൻ പറ്റും, പക്ഷേ ഫോണിൽ കുറച്ച് കറക്റ്റായിട്ടുള്ള ഒരു വിൻഡോ ചിലതിൽ വരുന്നില്ല. പക്ഷേ ഓൾമോസ്റ്റ് നമുക്കെല്ലാം വായിക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഡാറ്റ ബുക്ക് എന്ന് പറഞ്ഞ ഒരു ഇൻഫർമേഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാം. അപ്പോൾ ഡാറ്റ ബുക്കിൽ നമുക്ക് ഇയറൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. 2018 വരെയാണ് ഇതിപ്പോൾ അപ്ഡേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൽ റോഡ്സ്, ബിൽഡിങ്സ്, ഇപ്പോൾ ഞാനിപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയതുകൊണ്ടും എനിക്ക് ഇലക്ട്രിക്കലാണ് കൂടുതൽ, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നതെന്നുള്ളതുകൊണ്ട് ഞാൻ ഇലക്ട്രിക്കൽ ജസ്റ്റ് എടുക്കുന്നു. അപ്പോൾ അതിൽ ഓരോ പാർട്ടുകളും ഓരോ കേസസും നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഇതിൻ്റെ അകത്ത് ഡ്രോപ്പ് ഡൗൺ മെനൂസ് എല്ലാം പല സ്ഥലങ്ങളിലായിട്ടാണ് കിടക്കുന്നത്. ഇപ്പോൾ ഞാൻ വയറിങ് എടുക്കുകയാണ്, ഫോർ എക്സാമ്പിൾ വയറിങ്. അപ്പോൾ വയറിങ്ങിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തേക്കുന്നത്. യൂസിങ് ഈ ഡീറ്റെയിലിങ്ങിൻ്റെ പാർട്ട് നിങ്ങൾ ഡെസ്ക്ടോപ്പിൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഇവിടെ അത് കുറച്ച് മറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വയറിങ് യൂസിങ് FRLS PVC, എൻ്റെ ഒരു സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറിങ് യൂസിങ് FRLS PVC ഇൻസുലേറ്റഡ് കോപ്പർ കണ്ടക്ടറാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഇൻക്ലൂഡിങ് MS ബോക്സ് ഫിക്സിങ്ങും, അതിൻ്റെ അകത്ത് കോൺഡ്യൂട്ടും, സർഫസ് അല്ലെങ്കിൽ റെസിസ്റ്റ് ആയിട്ടുള്ള കോൺഡ്യൂട്ടും, അതിൻ്റെ സ്വിച്ചും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. പിയാനോ ടൈപ്പ് സ്വിച്ചും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഐറ്റംസ് ആയിരിക്കും നമ്മൾ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് എന്നൊക്കെ പറയുന്ന നമ്മളുടെ, അല്ലെങ്കിൽ ഒരു വർക്ക് ഡിസൈൻ ചെയ്തിട്ട് അതിലേക്ക് നമ്മളതിൻ്റെ കോസ്റ്റും കൂടി എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമുക്കിതിൻ്റെ റേറ്റ് എങ്ങനെ ഇടാം എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പോയിൻ്റ്, ഇപ്പോൾ നമ്മൾ പോയിൻ്റ് വയറിംഗ് എന്നൊക്കെ പറയില്ല, അപ്പോൾ അതിൻ്റെ ഒരു പോയിൻ്റ് വയറിങ്ങിൻ്റെ ഒരു എക്സാമ്പിളാണ് 1.5 സ്ക്വയർ mm യൂസ് ചെയ്തിട്ടുള്ള പോയിൻ്റ് വയറിങ്ങിൽ എങ്ങനെ അത് ഒരു ഐറ്റത്തിൻ്റെ റേറ്റ് ഇത്രയും ഡിസ്ക്രിപ്ഷൻ പറയുന്ന അതിൻ്റെ റേറ്റ് പോയിൻ്റ് 1ലേക്ക് എങ്ങനെ എത്തി എന്നുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ റേറ്റ് എത്ര ആവും എന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത്. ഉദാഹരണത്തിന് ഇതൊരു ബിൽ ഓഫ് ക്വാണ്ടിറ്റീസാണ്. അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു വർക്കിന് വേണ്ടി നമ്മൾ കൊട്ടേഷൻ കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് റേറ്റ് കോട്ട് ചെയ്യാൻ വേണ്ടി തരുന്ന ഒരു ഡോക്യുമെൻ്റാണ് ഈ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അപ്പം അല്ലെങ്കിൽ അത് ആ വർക്ക് അവാർഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ പ്രൈസിൽ പറഞ്ഞുകൊണ്ടിരുന്ന എക്സാമ്പിളാണ് വയറിംഗ് ഇൻറ്റേർണൽ ഇലക്ട്രിഫിക്കേഷൻ ഓഫ് ഒരു പർട്ടിക്കുലർ ബിൽഡിങ്ങിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ വയറിംഗ് ഫോർ ലൈറ്റ് ഫാൻ പോയിൻ്റ്, എക്സോസ്റ്റ് ഫാൻ പോയിൻ്റ്, കോൾബെൽ പോയിൻ്റ്, അതിൽ യൂസിങ് 1.5 സ്ക്വയർ mm FRLS PVC സിംഗിൾ കോർ കേബിളാണ്. സർഫസോ അല്ലെങ്കിൽ റെസിസ്റ്റ് ആയിട്ടുള്ള സർഫസിൽ കൂടിയോ അല്ലെങ്കിൽ വെട്ടിപ്പൊളിച്ച് അതിൻ്റെ അകത്ത് കൂടിയോ നമ്മൾ PVC കോൺഡ്യൂട്ട് വെച്ച് കൊടുക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ പിയാനോ ടൈപ്പ് സ്വിച്ച് കൊടുക്കുന്നു. പിന്നെ അതിൻ്റെ ലാമിനേറ്റ് ഷീറ്റുള്ള, അതായത് നമ്മൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്വിച്ച് ബോർഡൊക്കെ ഇല്ലാതാണ്. അപ്പോൾ സ്വിച്ച് ബോർഡ് വയ്ക്കാൻ വേണ്ടിയുള്ള MS ബോക്സും ആവശ്യമുണ്ട്. അതുകൂടാതെ അതിൻ്റെ എർത്തിങ്ങിന് വേണ്ടിയുള്ള വയറും എല്ലാം ഇൻക്ലൂഡഡ് ആകുമ്പോഴാണ് ഒരു പോയിൻ്റ് ആയി മാറുന്നത്. അപ്പോൾ എക്സ്ട്രാ ഇതിന് വേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ഒരു ടോട്ടൽ ഡെഫിനിഷൻസ് വരുന്നത്. അപ്പോൾ ഇതിൽ ബാക്കിയെല്ലാം നമുക്ക് റേറ്റ് ഇടാൻ വേണ്ടിയുള്ള കോളംസ് ഒക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ക്വാണ്ടിറ്റി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം എത്ര പോയിൻറ്റ്സ് ഉണ്ടെന്ന് അറിയാൻ പറ്റുമല്ലോ. ഇൻ കേസ് വയറിങ്ങിൽ എത്ര പോയിൻറ്റ്സ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഡിസൈൻ ചെയ്ത ഒരാൾക്ക് പറയാം, അല്ലെങ്കിൽ എസ്റ്റിമേഷനിൽ ഒരാൾ ഡ്രോയിങ് നോക്കി നമുക്ക് കണ്ടെത്താവുന്നതാണ്. അപ്പോൾ ആ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ യൂണിറ്റ്സ് പോയിൻറ്റിലാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ബാക്കി അതിൻ്റെ റേറ്റൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയുള്ളൊരു ഓപ്ഷനാണ് ഇതിൽ കിടക്കുന്നത്. അപ്പോൾ മെറ്റീരിയൽ റേറ്റ്, ലേബർ റേറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടൊക്കെ ചില ഇതിലിടേണ്ടി വരും, ചില ഇതിൽ ഒന്നിച്ചിടേണ്ടി വരും.
അപ്പോൾ റേറ്റിൽ അറൈവ് ചെയ്യാൻ വേണ്ടി അതെങ്ങനെയാണ് അതിൻ്റെ അകത്ത് റേറ്റ് വന്നതെന്നുള്ളതാണ് കാണിക്കുന്നത്. 1.5 സ്ക്വയർ ഫർലെസ് PVC ഇൻസുലേറ്റഡ് സിംഗിൾ കോർ കേബിള് നമുക്ക് ഏകദേശം ആവശ്യം വരുന്ന ഒരു പോയിൻ്റ് എന്ന് പറയുമ്പോൾ അതിൽ അവരുടെ ഒരു കാൽക്കുലേഷനിൽ ആവശ്യം വരുന്നത് 7.88 മീറ്ററാണ്. അതിന് 9 രൂപ വെച്ച് 9 രൂപ വെച്ചാണ് കൂട്ടിയേക്കുന്നത്. ഇതിപ്പോൾ 2018 റേറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് റേറ്റ് എന്താണോ അത് നമ്മളത് ഏകദേശം അതിൻ്റെ അകത്ത് വർക്കൗട്ട് ചെയ്ത് നമ്മൾക്ക് എത്ര മാർജിനിൽ കിട്ടുന്നൊക്കെ ഉള്ള ഒരു ഐഡിയ മനസ്സിലാക്കിയതിന് ശേഷം ആ റേറ്റ് അതിൻ്റെ അകത്ത് ഇട്ട് നോക്കുക. പിന്നെ അതുകൂടാതെ സ്റ്റീൽ കോൺഡ്യൂട്ട്, ഇപ്പോൾ ഈ ഞാനിപ്പോൾ കാണിച്ചേക്കുന്ന ഐറ്റത്തിൽ സ്റ്റീൽ കോൺഡ്യൂട്ടാണ്. അപ്പോൾ സിമിലർലി 1.12 1.3 എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഐറ്റംസ് ഇതിൽ കിടക്കുന്നുണ്ട്. നിങ്ങളിതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതേ സാധനം തന്നെ 20 mm ഡയ ISI മാർക്ക്ഡ് PVC കോൺഡ്യൂട്ടിൽ കൂടി പാസ് ചെയ്യണ കാണാം. അപ്പോൾ അതിൻ്റെ റേറ്റ് അതനുസരിച്ചിട്ടാൽ മതി. അപ്പോൾ നമ്മളിതിൽ ഇവർ റേറ്റ് എടുത്തേക്കുന്നതിൽ 7.88 മീറ്റർ വയറ് വേണ്ടി വരും ഒരു പോയിൻറ്റിന് വേണ്ടി. അതുകൂടാതെ നമ്മുടെ പൈപ്പ് ഒരു 2.5 മീറ്റർ 2.63 മീറ്റർ വേണമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ റേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്ര മീറ്ററിൻ്റെ ടോട്ടൽ റേറ്റ്, അതായത് 43 × 2.60 ആണ് ഈ 113 വരുന്നത്. അതുകൂടാതെ ഈ 9 × 7.8 ആണ് 70.92 എന്ന് പറഞ്ഞ് വരുന്നത്. അതേപോലെ നമുക്ക് പൈപ്പിംഗ് ചെയ്യുമ്പോഴത്തേക്കും ഈ ബെൻഡുകളും അങ്ങനെയുള്ള മറ്റ് സാമഗ്രികളും വേണ്ടി വരും. ചിലപ്പോൾ കപ്ലിങ്സ് വേണ്ടി വരും. അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതെല്ലാം ക്ലാമ്പ് ചെയ്ത് വെക്കണം. അപ്പോൾ ക്ലാമ്പ്സ് അതാണ് ഈ അയൺ സ്റ്റേപ്പിൾസ് എന്നൊക്കെ കൊടുത്തേക്കുന്നത്. പിന്നെ അതുകൂടാതെ ഇതിന് സ്ക്രൂ ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങൾ വേണ്ടി വരും. അപ്പോൾ എല്ലാത്തിൻ്റെയും എണ്ണവും അതിൻ്റെ റേറ്റും കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സ്ക്രൂസിൻ്റെ വാഷർ അതിൻ്റെ റേറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മെറ്റൽ ബോക്സ് വെക്കണം. നമ്മൾ വയറിംഗ് ഒക്കെ ചെയ്യുമ്പോൾ മെറ്റൽ ബോക്സ് ഒക്കെ, അപ്പോൾ അതിൻ്റെ റേറ്റ്, ഇതെല്ലാം റേറ്റെല്ലാം ഇപ്പോൾ വേരിയബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് റേറ്റ് ഇടുക. പിന്നെ ലാമിനേഷൻ ഷീറ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ജംഗ്ഷൻ ബോക്സുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ സ്വിച്ചിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 10 രൂപയൊക്കെ വെച്ചേക്കാണ് ഇത് ഇട്ടേക്കുന്നത്. നമ്മൾ എന്ത് ടൈപ്പ് സ്വിച്ചാണോ അതിൽ ഉദ്ദേശിച്ചേക്കുന്നത് അത് നോക്കിയിട്ട് അതിൻ്റെ റേറ്റ് നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ അകത്തിട്ട് നോക്കണം. PVCയുടെ ഫാസ്റ്റനർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സിമെൻറ്റിങ് പെയിൻറ്റിങ് ഒക്കെ ഏകദേശം ലംസം 5 രൂപ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ കോസ്റ്റ് 258.61 എന്ന് പറഞ്ഞ് ഇതെല്ലാം ആഡ് ഓൺ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ അതുകൂടാതെ കാർട്ടേജ് എന്ന് പറഞ്ഞൊരു കോസ്റ്റ് എടുക്കുന്നുണ്ട് ഇതിൻ്റെ 1% ആയിട്ട്, അതായത് ഡെലിവറി ചാർജസ് ഒക്കെ. ഓക്കെ, അപ്പോൾ അതങ്ങനെ മനസ്സിലായി. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞ ഒരു എക്സൽ ഡോക്യുമെൻറ്റിൽ നമുക്ക് ശരിക്കും 2 കോളംസ് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് സപ്ലൈ റേറ്റ് എത്രയാണെന്ന് പറയാനും ലേബർ റേറ്റ് എത്രയാണെന്ന് പറയാം, സെപ്പറേറ്റ് പറയാനാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് കാണിച്ചതെല്ലാം ഇത്രയും പറഞ്ഞ മെറ്റീരിയൽസ് ഒരു പോയിൻ്റ് നമ്മൾ ചെയ്യണം. ഒരു വീടോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയൊരു ബിൽഡിങ്ങിൻ്റെ ഒരു പോയിൻറ്റിൻ്റെ റേറ്റാണ് 288 രൂപ പ്ലസ് 2 രൂപയും കൂടി വരും. 260 രൂപയോളം അതിൻ്റെ അകത്ത് ഒരു പോയിൻ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വരും. അപ്പോൾ അത് വേരിയബിളാണെന്നുള്ള കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല. ഞാനിപ്പോൾ 2018 ഒരു റേറ്റ് വെച്ചാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ അതിൽ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ നമുക്കൊരു പോയിൻ്റ് ചെയ്യാൻ ഇത്ര രൂപ വരും. അപ്പോൾ അങ്ങനെ ടോട്ടൽ നമ്മൾ ചെയ്ത ഡിസൈനിൽ ഏകദേശം എത്ര രൂപ വരും. ഇപ്പോൾ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു 300-350 രൂപ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളൊരു ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് അപ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടും. ഞാൻ ചെയ്ത ഈ ഒരു ഡിസൈനിൽ ഏകദേശം ഇത്ര രൂപയുടെ ചിലവ് വരാൻ സാധ്യത. 20 പോയിൻ്റ് ഉണ്ടെങ്കിൽ 20 × 350, അപ്പോൾ 7000 രൂപ ഇതിൻ്റെ മെറ്റീരിയലിന് തന്നെ ചിലവ് വരും എന്നുള്ളൊരു ഏകദേശ ധാരണ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ, അതായത് സ്വിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളുടെ ബെറ്റർ സ്വിച്ചൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ പൈസ ആവും എന്നുള്ള കാര്യം അതിൻ്റെ അകത്ത് വ്യക്തമാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന കോൺഡ്യൂട്ടിൻ്റെ ഇതിലിപ്പോൾ സ്റ്റീൽ കോൺഡ്യൂട്ട് തന്നെ ചെയ്ത് പറഞ്ഞേക്കുന്നത്. അത് ചിലപ്പോൾ PVC മീഡിയം കോൺഡ്യൂട്ട് ഉണ്ട്, മീഡിയം ലെവലിൽ ഹൈ ക്വാളിറ്റി അല്ലെങ്കിൽ ഹൈ സ്ട്രെങ്ത് ഉള്ള കോൺഡ്യൂട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് അതിൻ്റെ കോസ്റ്റുകൾ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ അതെല്ലാം അത് നമ്മൾ ആസ് എ കൺസൾട്ടൻ്റ് അല്ലെങ്കിൽ ആസ് എ ഡിസൈനർ നമ്മളാണ് തീരുമാനിക്കുന്നത്. എന്താണോ അവിടെ യൂസ് ചെയ്യുന്നതെല്ലാം എല്ലാം നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ നമ്മളിതിനോട് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് മേക്കിൻ്റെ, അതായത് ഏത് കമ്പനിയുടെ ഇതൊക്കെ യൂസ് ചെയ്യണമെന്നും കൂടി നമ്മൾ അതിൻ്റെ ഒരു ലിസ്റ്റും കൂടി നമ്മൾ ഉണ്ടാക്കേണ്ടതാണ്. അപ്പോൾ അത് പ്രകാരമായിരിക്കും ചെയ്യേണ്ടത്. ഇപ്പോൾ ഇൻ കേസ് നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഏത് മെറ്റീരിയലാണ് യൂസ് ചെയ്യണത് അതൊന്നും അനുസരിച്ച്
നമ്മുടെ റേറ്റ് കോട്ട് ചെയ്യണം. അതായത് ഓൾറെഡി ചിലപ്പോൾ ഡിസൈൻ ചെയ്ത ഒരാൾ പറഞ്ഞിട്ടുണ്ടാവും ഇന്ന മെറ്റീരിയൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ, ഇന്ന കമ്പനിയുടെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ആ കമ്പനിയുടെ മെറ്റീരിയൽ ഇന്ന കോസ്റ്റിൽ അവൈലബിൾ ആണോ, എത്ര കോസ്റ്റിന് അവൈലബിൾ ആണ്, അതനുസരിച്ച് ഈ ഒരു സാധനം വർക്കൗട്ട് ചെയ്യും. ഇനി നമ്മുടെ ലേബർ കോസ്റ്റാണ് പറയുന്നത്. ലേബർ കോസ്റ്റും ഇപ്പോൾ ഇതിൻ്റെ അകത്ത് 673 വെച്ചൊക്കെയാണ് ഇട്ടേക്കുന്നത്. ബട്ട് ആ ഒരു റേറ്റ് ആയിരിക്കില്ല നമ്മുടെ ഒറിജിനൽ വയർമാൻ്റെയൊക്കെ. പക്ഷെ അത് നമ്മൾ അതിൻ്റെ അകത്ത് നോക്കുക, അഡ്ജസ്റ്റ് ചെയ്യുക, ഇടേണ്ടി വരും. അതിൻ്റെ അകത്ത് വയറിങ്ങിൻ്റെ ഒരു 0.2 days എന്ന് പറഞ്ഞാൽ കൊടുത്തേക്കുന്നത്. മേസൺ, അതായത് നമ്മൾ വെട്ടി കഴിഞ്ഞ് പൈപ്പിങ്ങൊക്കെ ചെയ്ത തേപ്പും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി അതിൻ്റെ റേറ്റ്, അതിൻ്റെ ടൈമൊക്കെ ഇട്ടിട്ടുണ്ട്. പെയിൻറ്ററിൻ്റെ കേസ് ഇട്ടിട്ടുണ്ട്. ഫൈനൽ ഫിനിഷിങ് വർക്ക് ഹെലാസി എന്ന് പറഞ്ഞ ആ ഒരു പാർട്ടും അതിലിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു കൂട്ടി വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ പോയിൻറ്റിൻ്റെ ലേബറും സപ്ലൈയും അടക്കം, അതായത് സാധനങ്ങൾ സപ്ലൈ ചെയ്യണതും ലേബർ അടക്കം 625 രൂപ 96 പൈസ എന്ന് പറയുന്നുണ്ട്. പിന്നെ അതൊരു 15% പ്രോഫിറ്റ് ആഡ് ചെയ്ത് 719 ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിന് റൗണ്ട് ഓഫ് ചെയ്തിട്ട് 720 രൂപ എന്ന് പറഞ്ഞാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഒരു പോയിൻ്റ് ചെയ്യാൻ വേണ്ടി 720 രൂപ വേണം എന്നുള്ള ഒരു ഐഡിയ ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടി. സിമിലർലി വയറിങ്ങിൻ്റെ ഇതേപോലത്തെ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 1.5 എന്ന് പറഞ്ഞൊരു ഐറ്റം എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 4 square mm വയർ വെച്ച് വയറിങ് ചെയ്യുന്നൊരു പാർട്ടാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എങ്ങനെയാണ് അത് വർക്കൗട്ട് ചെയ്യണേ, അതിലൊക്കെ മീറ്ററിലായിരിക്കും കണക്ക്. അപ്പോൾ നമ്മൾ ടോട്ടൽ ഇപ്പോൾ ഒരു ഐറ്റം എത്ര മീറ്റർ ഉണ്ടാവും എന്നൊക്കെ ആയിരിക്കും കൊടുത്തേക്കുണ്ടാവുക BOQയിൽ. ഉദാഹരണത്തിന് ഇപ്പോൾ വയറിങ് ഓഫ് സർക്യൂട്ട്, സബ് മെയിൻ സർക്യൂട്ട് അലോങ് വിത്ത് എർത്ത് വയർ വിത്ത് ഫോളോയിങ് സൈസ് ഓഫ് കേബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ കൊടുത്തേക്കുന്നത് ത്രൂ PVC കൊണ്ടിട്ട് ഒരു 3 runs 4 square mm കേബിളാണ്. അതായത് 2x4 എന്ന് പറഞ്ഞാൽ ഫേസിനും ഒരെണ്ണം ന്യൂട്രലിന് വേണ്ടി. അങ്ങനെ 4 square mm എണ്ണം അതങ്ങനെ 30 മീറ്റർ എന്ന് പറഞ്ഞാൽ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് അവർ തന്നിട്ടുണ്ട്. നമ്മളപ്പോൾ അവർക്ക് റേറ്റ് കോട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയുള്ളൊരു സാധനം തന്നേക്കുന്നത്. 4 square mm ഒരു കാൽക്കുലേഷനാണ് അതിൻ്റെ അകത്ത് കാണിക്കുന്നത്. അതിന് ടോട്ടൽ എത്ര വരും എന്നൊക്കെ ഉള്ള ഒരു മീറ്റർ കാണിച്ചിട്ടുണ്ട്. 50.5 × 3 എന്ന് വെച്ച് അവരെടുത്തേക്കുന്നത്. അങ്ങനെ 100 പ്ലസ് അതിൻ്റെ ഒരു വേസ്റ്റേജ് കൂട്ടി 159 മീറ്ററിൻ്റെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് 1 മീറ്ററിൻ്റെ എത്ര എന്നൊക്കെ അങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നതിൻ്റെ അകത്ത്. അപ്പോൾ അതിൻ്റെ റേറ്റ് ഇട്ടിട്ടുണ്ട് 22 രൂപ എന്ന് ഇട്ടേക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ റേറ്റ് മാറിയിട്ടുണ്ടാവും. പിന്നെ ക്വാണ്ടിറ്റിൻ്റെ റേറ്റ് നേരത്തെ ഉണ്ട്. അതേ സാധനങ്ങളെല്ലാം വീണ്ടും അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ജംഗ്ഷൻ ബോക്സ്, സ്റ്റേപ്പിൾസ്, സിമെൻറ്റിങ്, പെയിൻറ്റിങ് എല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്ക് ഒരു 6000 രൂപ അതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റിന് കാണിക്കുന്നുണ്ട്. അത് 159 മീറ്ററിൻ്റെയാണ്. അതിന് ശേഷം അത് പെർ മീറ്റർ ആക്കി എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലേബർ കോസ്റ്റിൻ്റെ അകത്ത് 2.5 ദിവസം വയറിങ്ങിനൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. മേസന് ഒരു 3/4 ദിവസം, പെയിൻറ്റർ ഒരു 5 മണിക്കൂർ എന്നൊക്കെയുള്ള 0.005 എന്നൊക്കെ കാണിച്ചിരിക്കുന്നത്. ഹലാസി 3.25 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ അതിൻ്റെ ആഡ് ഓൺ ചെയ്തിട്ട് നമുക്ക് 11,599 രൂപ. 159 മീറ്ററിനായിരുന്നു അത്. ഇനി കോസ്റ്റ് പെർ 50 മീറ്ററിനാക്കി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പെർ മീറ്റർ റേറ്റ് 200, അതായത് 1 മീറ്ററിന് എത്രയാണെന്നുള്ള 159 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ അതിങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. 232 രൂപ എന്നാണ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളെ ഓരോന്നിൻ്റെ റേറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഫൈനൽ റേറ്റ് എത്രയാണെന്ന് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാവുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വയറിങ്ങിൻ്റെ ഐറ്റംസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലത് വയറിങ് ഐറ്റംസ് മാത്രമല്ല, നമ്മളിവിടെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് നിങ്ങളത് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ എടുക്കുന്നതാണ് നല്ലത്. ഇതിൽ കുറേ സാധനങ്ങളുണ്ട്. നമുക്ക് ഇലക്ട്രിക്കൽ ആവശ്യം വരുന്ന എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്. HT കേബിൾ, LT കേബിളിങ്, പോർ ഇറക്ഷൻ, മീഡിയം വോൾട്ടേജ് ഓവർ ഹെഡ് ലൈനിൻ്റെ വർക്ക്, HVACയുടെ പാർട്ട് അടക്കം കിടക്കുന്നുണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് തപ്പിയെടുക്കാവുന്നേ. ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്യുന്ന ഒരു പാർട്ടാണ് പ്രൈസ്. അപ്പോൾ നമ്മൾ ഈ പ്രൈസ് തന്നെ നമുക്ക് കറക്റ്റായിട്ട് എടുക്കണമെന്നല്ല, നമുക്ക് ഗൈഡായിട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സിമിലർലി റേറ്റ്സ് വർക്കൗട്ട് ചെയ്ത് നമുക്ക് ബെറ്റർ കൊട്ടേഷൻസ് കൊടുക്കാനും അതിനൊക്കെ ആയിട്ടൊരു ഗൈഡായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരു വർക്ക് ടോട്ടൽ എത്ര രൂപയാവും എന്നുള്ളൊരു ഏകദേശ ധാരണ നമുക്ക് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.